ഗുഡ് മോർണിംഗ്. ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ ഇൻകം ടാക്സ് റൂൾ പ്രകാരം 4 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ളവർക്ക് ഇൻകം ടാക്സ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ട എന്നുള്ള റൂൾ ഉണ്ട്. എന്നാൽ ഈ 4 ലക്ഷത്തിൽ കുറവ് ഇൻകം ഉള്ളവർ ചില സാഹചര്യങ്ങളിൽ ITR ഫയൽ ചെയ്യേണ്ടതായിട്ട് നിർബന്ധമാണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 1, നിങ്ങളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ 50 ലക്ഷത്തിന് മേലെ ബാലൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ, 1, കറണ്ട് അക്കൗണ്ടിൽ 1 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ, ഡെബിറ്റും ക്രെഡിറ്റും കൂടി ട്രാൻസാക്ഷൻ 1 കൊല്ലത്തിൽ 1 കോടിക്ക് മേലെ ഉണ്ടെങ്കിൽ, കറണ്ട് ബില്ല് 1 കൊല്ലം 1 ലക്ഷം രൂപ അടച്ചിട്ടുണ്ടെങ്കിൽ, വിദേശത്തേക്ക് പോകുന്നതിന് വേണ്ടി നിങ്ങൾക്കോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ നിങ്ങൾ 2 ലക്ഷം രൂപ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ, TCS TDS 50,000 അതിന് മുകളിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ബിസിനസ് മാൻ 60 ലക്ഷം ടേൺ ഓവർ കാണിച്ചിട്ടുണ്ട് എങ്കിൽ, ഇവർക്ക് ഇൻകം 4 ലക്ഷത്തിൽ താഴെ ആണെങ്കിലും ഈ പറയുന്ന കാറ്റഗറിയിൽ പെടുന്നവർ നിർബന്ധമായിട്ടും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ്. എബവ് 75 ഇയേഴ്സ് ഉള്ള സീനിയർ സിറ്റിസൺസിന് ITR ഫയൽ ചെയ്യേണ്ട. സബ്ജക്റ്റ് ടു പെൻഷനും ഇൻട്രസ്റ്റും മാത്രമേ വരുമാനമുള്ളൂ എങ്കിൽ അവരുടെ ബാങ്കിൽ 12BBA എന്നൊരു ഫോം സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. അത് ബാങ്കുകാർ നോക്കിയിട്ട് TDS അടയ്ക്കുകയോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 75 വയസ്സിന് മേലെയുള്ള സീനിയർ സിറ്റിസൺസ് ITR ഫയൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതാണ് ഇൻകം ടാക്സിൻ്റെ 26-27 അസസ്മെൻറ്റ് ഇയറിലേക്കുള്ള പുതിയ നിയമം. ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതനുസരിച്ച് നോക്കുക. നിങ്ങൾ SBയിൽ 50 ലക്ഷം ഉണ്ടോ, കറണ്ട് അക്കൗണ്ടിൽ 1 ലക്ഷത്തിൽ കൂടുതൽ ട്രാൻസാക്ഷൻ, കറണ്ട് ബില്ല് 1 ലക്ഷത്തിന് മേലെ, 2 ലക്ഷത്തിന് വിദേശത്തേക്ക് പോകുന്നതിൽ ചിലവാക്കുക, TDS TDS 50,000 മേലെ വരിക, ബിസിനസ് മാനാണെങ്കിൽ 60 ലക്ഷത്തിൻ്റെ ടേൺ ഓവർ വരിക, ഇത്രയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ITR സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.